വില്ലേജ് ഓഫീസ് വില്ലനാകുന്നു എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ലൈസ, ഈ ജോയിയെ താങ്കൾക്കറിയുമായിരുന്നോ? ഈ ജോയിയുടേത് ആത്മഹത്യയാണോ അതോ ആത്മഹത്യയെന്ന് പറയാവുന്ന കൊലപാതകമാണോ? ഈ ദുരനുഭവം ജോയിക്കും ആ കുടുംബത്തിനും ഉണ്ടാകാനുള്ള കാരണക്കാരാരാണ്? ഈ കുടുംബം ഇന്നിപ്പം നിരാലംബമായി തീർന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പല തവണ ഈ വില്ലേജ് ഓഫീസ് കയറി ഇറങ്ങിയിട്ടുണ്ട് അവരുടെ നികുതി ഒന്ന് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്നേ വരെ അവർക്കത് ചെയ്ത് കിട്ടിയില്ല. അതിനാൽ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കൊലപാതകം തന്നെയാണിത്. ഇനി ഇതുപോലെയുള്ള കൊലപാതകങ്ങളും അല്ലെ ആത്മഹത്യകളോ ഒരിക്കലും ഈ സമൂഹത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്നിപ്പോൾ ആ ജോയിയുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എന്തെന്ന് നേരിട്ട് കണ്ടതും അവരെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ. ആദ്യം തന്നെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ ഒരു സമയത്ത് അവരിങ്ങനെ വില്ലേജ് ഓഫീസിൽ നിരാഹാരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഇവരുടെ ഈ അവകാശത്തെ ഒന്ന് നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടിരുന്നു. ഞങ്ങളൊരു ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത അതിനോട് അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികൾ ഞങ്ങൾ ഇവരുടെ കൂടെ ഈ കുടുംബത്തിൻ്റെ കൂടെ മോളിയുടെ ഹസ്ബൻഡ് അവരുടെ മകള് ഞങ്ങളെല്ലാവരും ഒരു ദിവസത്തെ നിരാഹാരം ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ഇരുന്നാണ്. അപ്പോൾ അന്ന് ആ വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ ഇരുന്ന് ഈ നിരാഹാരം എടുക്കുന്ന സമയത്ത് ഞങ്ങൾ വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത് ഈ നികുതി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ നികുതി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ഒരു ഓർഡറും നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് എന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു ഇതെന്തുകൊണ്ടാണ് ഈ നികുതി എടുക്കാത്തത്, അല്ലെങ്കിൽ ഇത്രയും കാലം ഈ നികുതി അടച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് നികുതി എടുക്കില്ല എന്ന് പറഞ്ഞത് എന്നുള്ള ചോദ്യമായി അവസാനം തഹസിൽദാർ ഇടപെട്ടു. അങ്ങനെ തഹസിൽദാർ ഇടപെട്ടിട്ട് അവർക്ക് നികുതി ഒടുക്കി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നു. ആ തീരുമാനപ്രകാരമാണ് അന്ന് അവർക്ക് അവിടെ നികുതി ചേർത്ത് കൊടുത്തത്. പക്ഷെ പിന്നീട് അവരവിടുന്ന് ആ നികുതി ചീട്ടിൽ അന്ന് എഴുതിയിട്ടുള്ളത് താൽക്കാലികം എന്ന് മാത്രമാണ്. ഈ താൽക്കാലികമായിട്ടുള്ള ഈ നികുതി അവർക്ക് എന്തിനാണോ ആവശ്യം, ഒരു കാര്യത്തിനും ഒരു ലോൺ എടുക്കാനോ അല്ലെ അവർക്കത് യാതൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു നികുതി ചീട്ടാണത്. അപ്പോൾ പിന്നീട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഈ നികുതി ഇത് അവരുടെ ഫാദർ അത് ഒസ്യത്തായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണെന്നും അത് ഫോറസ്റ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അത് നികുതി അടയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവിടുന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിന് പ്രകാരം അവർ വീണ്ടും ഇതിൻ്റെ തഹസിൽദാർക്ക് പരാതി കൊടുക്കുകയും അപ്പോൾ തിരിച്ച് ആ പരാതിയായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇതിൻ്റെ കുടിക്കടം എടുക്കണമെന്ന് പറയുകയും കുടിക്കടം എടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലല്ല എന്നും പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ഈ കർഷകർ അനുഭവിച്ച ഒരു വേദന എന്തെന്ന് നേരിൽ കണ്ടതും അവരുടെ കൂടെ ഒരേ സമയം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവമാണ്. ഇന്നിപ്പം ഈ ഉദ്യോഗസ്ഥരായാലും ഏത് മേലധികാരികളായാലും അവരോട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഇന്ന് ആ കുടുംബം നിരാലംബരായിട്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ അവരുടെ അനാസ്ഥ മൂലം ഒരു കുടുംബനാഥനെ കൂടി ബലി കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എന്തിനെ ആയിരുന്നാലും ആ കുടുംബത്തിന് അവരുടെ നീതി കിട്ടണം. ആ നീതി കിട്ടാണ്ട് ഇന്നിപ്പം ഒരു ജോയിയുടെ കുടുംബം അല്ലെ ഒരു മോളി ചേച്ചി ആണെങ്കിൽ നാളെ ഇപ്പം മറ്റൊരു കുടുംബമായിരിക്കും. അതുകൊണ്ട് ഇനി ഈ കേരളത്തിലോ അല്ലെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു സംഭവം പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഈ സിലീഷ് എന്തിനാണ് ജോയിയോട് ഇത്ര വിരോധം കാട്ടിയത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഈ ഓഫീസിൽ ഇങ്ങനെ കയറിറങ്ങി നടക്കുവാൻ നിർബന്ധിച്ചത്? ആത്മഹത്യയിലേക്ക് പോകുമെന്ന് പറഞ്ഞ്
ആത്മഹത്യാ കത്ത് കൊടുത്തപ്പോൾ അത് വായിച്ച് പരിഹസിച്ച് പറഞ്ഞു വിട്ടത് എന്തുകൊണ്ടാണ്? ആത്മഹത്യ ചെയ്യും അല്ല, ഇതുവരെയായിട്ടും ഇങ്ങനെ നടന്നിട്ടും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് കത്ത് കൊടുത്തപ്പോൾ പിന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് വന്ന് അന്വേഷിക്കുകയും ചെയ്ത സംഭവമാണിത്. അതിനുശേഷം വീണ്ടും ജോയിക്ക് നീതി ലഭിക്കാതെ വന്നപ്പം വീണ്ടും ജനപ്രതിനിധികൾ അതിൽ ഇടപെടുകയും അപ്പോൾ തഹസിൽദാരെ, അതായത് നമ്മുടെ ബ്ലോക്ക് മെമ്പർ അടക്കം ഉള്ള നേതാക്കന്മാരെ തഹസിൽദാരെ നേരിട്ട് കാണുകയും തഹസിൽദാർ അവിടുന്ന് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ നികുതി അടിച്ചു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്നുള്ള ഒരു വാക്കും കൊണ്ടാണ് വന്നത്. ലൈസ, സിലീഷിന് ഇദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്നോ? കാരണം ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നത് മതിയായ രേഖകളില്ലാതെ ആവശ്യം നേടിയെടുക്കാൻ വന്നിരിക്കുന്ന ഒരാളെ ഒരു ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പറഞ്ഞു വിടുന്നത് പോലെയല്ല. ഒരു പ്രതികാര ബുദ്ധിയോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതൊരു നിരന്തര പീഡനമായി ജോയിയെ സംബന്ധിച്ച്. ഏറ്റവും വലിയ ജീവിക്കാനുള്ള തടസ്സമായി ഈ സിലീഷിൻ്റെ നടപടികൾ മാറുന്ന നിലയുണ്ടായി. ഇന്ന് ആ കുടുംബം വാവിട്ട് നിലവിളിക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രതിയായി ചൂണ്ടിക്കാട്ടുന്നത് സിലീഷിനെയാണ്. എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഇത്ര വിരോധം വന്നു എന്ന് മാത്രമല്ല, അവസാന ഘട്ടങ്ങളിൽ ഒരു കടമ്പകളും കടന്നു പോകാതിരിക്കാൻ ഈ കേസിനെ സങ്കീർണമാക്കി വേറെ ചില ആളുകളെ കൊണ്ട് ചില സ്ഥലങ്ങളിൽ പരാതി കൊടുപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പോലും സിലീഷ് ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ വ്യക്തിപരമായി തന്നെ ഈ ജോയിയുടെ നടപടികൾ പൂർത്തിയാകരുത് എന്ന നിർബന്ധത്തോടെ പ്രതികാര ബുദ്ധിയോടെ ഒരു അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ പ്രവർത്തിച്ചു എന്നാണ് ആ കുടുംബം പറയുന്നത്. എന്തുകൊണ്ടാകാം അത്? അതിപ്പോ എന്തുകൊണ്ട് ആകാമെന്ന് ചോദിച്ചതിന് ഒരു കൃത്യമായ ഒരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം ജോയി എന്ന് പറയുന്നയാള് അയാളൊരു പലതരം രോഗത്തിന് അടിമയാണ് ആ മനുഷ്യൻ. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ പലതവണ ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി നടന്നിട്ട് ഇത് നടക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അയാള് പ്രതിഷേധിച്ചിട്ടുണ്ടാവും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. എസ് വിജയകുമാരൻ നായർ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ലൈസ, എസ് വിജയകുമാരൻ നായർ, ഇതിലൊരു ഉത്തരവാദിയുണ്ട്. അത് നിങ്ങളുടെ തന്നെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അത് അവിടുത്തെ വില്ലേജ് ഓഫീസറും അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറുമാണ്, സണ്ണിയും ഈ സിലീഷും. പക്ഷേ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വിലോപം സംഭവിച്ചു എന്നതിൻ്റെ പേരിൽ എടുക്കാവുന്ന നിസ്സാരമായ നടപടിയായ സസ്പെൻഷനിലേക്ക് മാത്രം അത് തൽക്കാലം നിൽക്കുകയാണ്. അതിനേക്കാൾ ഗൗരവതരമാണ് ഇതൊരു കൃത്യവിലോപം മാത്രമല്ല, ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഒരു അലംഭാവമല്ല. ഇതൊരു വ്യക്തിയെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ തൻ്റെ കൈവശമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ്. ആ വ്യക്തിയെ ഒരു സംവിധാനം സ്വയം ശത്രുവായി പ്രഖ്യാപിക്കുകയാണ്. അയാളെ നിരന്തരം പിന്നാലെ നടന്നു വേട്ടയാടുകയാണ്. അങ്ങനെ അയാൾക്ക് ആ സ്ഥാപനത്തിൻ്റെ വരാന്തയിൽ തന്നെ ജീവനൊടുക്കേണ്ട സ്ഥിതി വരികയാണ്. സസ്പെൻഷൻ അല്ല പരിഹാരം. വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ ഒരു നിമിഷം ശ്രീ വിജയകുമാരൻ നായർ. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ടെലിഫോൺ ലൈൻ, അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യണം, അതുകൊണ്ട് ഞാൻ വേഗം അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ഇ ചന്ദ്രശേഖരൻ, ഒരാളെ കൊലയ്ക്ക് കൊടുത്ത ആളിന് കേരളത്തിൽ കിട്ടുന്ന ശിക്ഷയാണോ സസ്പെൻഷൻ? കൊലക്ക് കൊടുത്ത ആളാണെന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കുന്നതാണോ ശരി? അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ഫലമായി മരണം സംഭവിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൊലക്ക് കൊടുത്ത ആളിനുള്ള ശിക്ഷയാണ് സസ്പെൻഷൻ എന്ന നിഗമനത്തിൽ എത്തുന്നതൊട്ട് ശരിയല്ല. ഈ ജോയി ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി കൊടുത്തു സിലീഷിന്. ഈ ജോയി സിലീഷിന് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി കൊടുത്തു. അതൊരു മുന്നറിയിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ ഞാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കളക്ടറെ അയച്ചു. ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ എന്ത് വേണമെന്ന് തുടർന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ശ്രീ ചന്ദ്രശേഖരൻ, കണ്ണൂരിൽ ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇതുപോലെ തന്നെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്, കൈക്കൂലി വാങ്ങി എന്നതിന്റെ പേരിൽ. ആ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ ചുമതലപ്പെട്ട ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ് ആവശ്യക്കാരൻ എത്തുമ്പോൾ അയാളോട് കൈക്കൂലി വാങ്ങുകയാണ്. 50,000 വാങ്ങുന്നു. അത് മുൻകൂട്ടി തന്നെ അധികാരികളെ അറിയിച്ചതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ കൈയോടെ പിടികൂടുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അവിടെ സസ്പെൻഷൻ മതി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ജീവൻ പോയിരിക്കുകയാണ്. സാധാരണഗതിയെ മിസ്റ്റർ വേണു, താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്,
ഏതൊരു പ്രശ്നമുണ്ടായാലും അത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു പ്രഥമദൃഷ്ട്യാ കാണുന്ന കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി സസ്പെൻഷൻ കൊടുത്താൽ തുടർന്നുള്ള അന്വേഷണത്തിലെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ശരി, പക്ഷേ ആ കുടുംബം പറയുകയാണ് സാർ, ആ കുടുംബം പറയുകയാണ് ഇവരെ ഈ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. ഇപ്പോ അങ്ങയുടെ മന്ത്രിസഭയിൽ ഒറ്റ ദിവസം മാത്രം ഒരു ചുമതല ഏൽപ്പിച്ചു കൊടുത്ത തീരുമാനമെടുത്ത മന്ത്രിമാരുണ്ട്. അത്ര വിദഗ്ധന്മാരാണ്, അത്ര കർമ്മകുശലന്മാരാണ് അങ്ങയുടെ സഹപ്രവർത്തകർ. ഒരാളെ ഒരു ദിവസത്തേക്ക്, കാരണം പിന്നീട് അദ്ദേഹത്തിന് വിരമിക്കേണ്ടതാണ്, പക്ഷെ ഒരാളെ ഒരു ദിവസത്തേക്ക് ഒരു സുപ്രധാന ചുമതലയിലിരുത്തി അങ്ങയുടെ സഹപ്രവർത്തകനായ വിദ്യാഭ്യാസ മന്ത്രി. ഒരാളെ എടുത്ത് എറിയാനും കഴിയണം. ഒരു ആനുകൂല്യം നൽകാൻ മാത്രമല്ല സവിശേഷമായ അധികാരമുള്ളത്. താങ്കൾ വേണു പറയുന്ന കാര്യത്തിലെ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ ഒറ്റയടിക്ക് ഒരാളിനെ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമം എന്താണ്? താങ്കൾ അത് പറയണം. ഒറ്റയടിക്ക് ഒരാളെ 24 മണിക്കൂറേക്ക് ഒരാളെ ഒരു പ്രധാന ചുമതലയിൽ ഇരുത്താൻ ഒരു മന്ത്രിക്ക് കഴിയുന്നുണ്ടല്ലോ. എളുപ്പം തിരിച്ചു വരാനുള്ള വഴിയൊരുക്കുകയാണോ വേണ്ടത്? സർ, ഈ ചന്ദ്രശേഖരൻ ഒറ്റയാളെ 24 മണിക്കൂറത്തേക്ക് മാത്രമായി ഒരു പ്രധാന ചുമതലയിൽ ഇരുത്താൻ ഒരു മന്ത്രിക്ക് കഴിഞ്ഞല്ലോ. ഇവിടെ അങ്ങയുടെ മന്ത്രിസഭയിൽ തന്നെയുള്ളൊരു മന്ത്രിക്ക്. ഞാൻ പറയുന്ന കാര്യം, എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒറ്റയടിക്ക് ഒരാളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നിലവിൽ വ്യവസ്ഥയില്ല. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന പക്ഷം അവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുകയായിരിക്കും ഈ പറയുന്ന അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്താൽ ഉണ്ടാവുക. ശരി, പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയുള്ള ആളാണല്ലോ. അദ്ദേഹവും ആഭ്യന്തരമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ. അദ്ദേഹം പറയുകയാണ് കൊലക്കുറ്റത്തിന്റെ പേരിൽ കേസെടുക്കണം എന്ന്. സസ്പെൻഷൻ ശരി, ഇതിനുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള റവന്യൂ അധികാരികളുടെ അന്വേഷണവും പരിശോധനയും എല്ലാം പോകണം. അതൊക്കെ സർവീസ് രംഗത്തെ കാര്യങ്ങൾ. ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ നമ്മുടെ മുന്നിലുണ്ട്, അവർക്കെതിരെ എന്ത് നടപടി എന്ന ഒരു സന്ദേശം വരുന്നുണ്ടോ പുറത്തേക്ക്? ഇല്ല. പ്രതിപക്ഷ നേതാവിന് ഇത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും ഏതൊരാളിനും ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ, തികച്ചും ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് വിവിധ സ്വഭാവത്തിൽ പ്രതികരിക്കാം, വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് പ്രതികരിക്കാം. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് സ്വാഭാവികമായും ഈ കാര്യത്തിൽ ആവശ്യമായത് എന്ത് എന്ന നടപടി സ്വീകരിക്കണമെങ്കിൽ കളക്ടറെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറക്കാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, ശ്രീ ചന്ദ്രശേഖരൻ, ഇതുമായി ബന്ധപ്പെട്ട് കുറ്റകരമായ അനാസ്ഥ ഇവർക്കുണ്ടായി എന്നാണ് ബോധ്യപ്പെടുന്നത് എങ്കിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കും കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണ് സർ? കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആദ്യ നടപടി എന്ന നിലയിൽ സസ്പെൻഷൻ വന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമാണ് എത്രമാത്രം ഗൗരവതരമാണ് അവരുടെ കുറ്റമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അവരുടെ കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശിക്ഷ, അതല്ലാതെ ശിക്ഷ ആദ്യം തീരുമാനിക്കുകയല്ല. ശ്രീ ചന്ദ്രശേഖരൻ, പരമാവധി ഒരു ശിക്ഷ എന്തായിരിക്കും? പരമാവധി ശിക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്നത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ തീരുമാനം. ശ്രീ ചന്ദ്രശേഖരൻ, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കടങ്കഥ പോലെ ആയിരിക്കും. ആർക്കും ആരുടെ മേലും പഴിചാരാവുന്ന, സ്വമേധയാ ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തത്രയും റവന്യൂ സങ്കീർണതകളെ പറ്റി വളരെ വിശദമായി ഉപന്യസിക്കാൻ കഴിയുന്ന ഒരു കടങ്കഥയായിരിക്കും. പാവം ജോയിയുടെ ജീവിതം പോയി, ബാക്കിയുള്ളവരോട് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ല എന്നായിരിക്കും ആ കടങ്കഥ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഈ വേണു, ഒരു കാര്യം, താങ്കൾ ഈ പറയുന്നതൊക്കെ അതൊക്കെ ആർക്കും വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റിന് അല്ലെങ്കിൽ സർക്കാർ നടപടികൾ എന്ന നിലക്ക് വരുമ്പോൾ നിയമാനുസൃതമായി നിലനിൽക്കത്തക്ക നടപടികൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ആ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിന് ഉപോത്ബലകമായ എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതിനാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സാണ് അങ്ങയുടെ പ്രതികരണത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ അങ്ങൊരു ജനപ്രതിനിധിയാണ്. ജനവികാരമാകണം അങ്ങയുടെ മനസ്സിന്റെ അന്വേഷണ ബുദ്ധിയെ സ്വാധീനിക്കേണ്ടത്. അങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൊലക്കുറ്റത്തിന് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. അതല്ലാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കണമോ ആ രൂപത്തിൽ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തലയ്ക്കും ആകാമായിരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, അതുപോട്ടെ, അടുത്ത ചോദ്യം. സാർ, അങ്ങ് ഒരു കാര്യം ബോധ്യപ്പെട്ടല്ലോ, ഇന്നിപ്പോൾ ഈ ഭൂനികുതി സ്വീകരിക്കാൻ തീരുമാനിച്ചല്ലോ കളക്ടർ. അപ്പോൾ ഈ 1.5 വർഷമായി ഈ മനുഷ്യൻ കയറിയിറങ്ങിയത് എന്തിനായിരുന്നു? അദ്ദേഹം അതിൻ്റെ പേരിൽ
ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് പോയി. അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം പോട്ടെ. ഇതിൽ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ